I want you to say something now. എന്തെങ്കിലും ഓർക്കാവുന്ന നല്ലൊരു ഗുണ്ട ഡയലോഗ്. എന്നെ പേടിപ്പിക്കണം, ബേസിക്കലി ഞാൻ പേടിക്കണം. ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ചാന്തുപൊട്ടാണ് എന്നെ ശരിക്ക് ലാലു ചേട്ടൻ്റെ ചാന്തുപൊട്ടാണ് എന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ വേഷമായിരുന്നു, 4 സീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ പീപ്പിൾ റിമെമ്പർ ക്ലീറ്റസ്. ആൻഡ് ദറ്റ് മൂവി റാൻ ലൈക്ക് 100-150 ദിവസമൊക്കെ ഓടിയൊരു പടമാണ്. ഇറ്റ് വാസ് എ വെരി ബ്രില്യൻ്റ്ലി മെയ്ഡ് മൂവി. അപ്പോൾ അതെല്ലാം കൊണ്ടും അതിലൊരു ചെറിയ വേഷമായാലും ഇറ്റ് ഗോട്ട് നോട്ടഡ്. അപ്പോൾ ആ ഒരു നോട്ടീസ് അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീറ്റസ് ഇസ് ഓൾവേസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ ക്ലീറ്റസ് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ ഉപദ്രവിച്ചാൽ ക്ലീറ്റസ് അവരെ തിരിച്ചുപദ്രവിക്കാറില്ല, സ്നേഹിക്കാറുള്ളൂ. നമുക്ക് സ്നേഹിക്കാം. അതാണ്. പേടിച്ചില്ല അല്ലേ? നമുക്ക് സ്നേഹിക്കാന്ന് പറയുമ്പോൾ പേടിക്കണില്ലല്ലേ? അത് പേടിക്കാനൊന്നുമില്ലല്ലോ. പേടിക്കാൻ അത് നമ്മുടെ സ്നേഹത്തിന്റെ കാറ്റഗറി അറിയാത്തോണ്ടാണ്. അത് TG രവി കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയും. Cletus was very good for me. ഏതാടി ഈ കൂതി കുണിക്ക് പക്ഷി? നിന്റെ ഭർത്താവാ? ഞാൻ ഭർത്താവൊന്നുമല്ല, ബ്രദറാ. ബ്രദറോ? എന്റെ അറിവില് ഫ്രെഡിയും കടലിൽ പോയി ചത്ത ജോൺ ഫീം മാത്രമേ അവൾക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ നീ ഏതാ വേറൊരു ബ്രദർ? ഞാൻ വരുത്തം ബ്രദറാ. ക്ലീറ്റസ് വഴിന്ന് മാറ്. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? നിന്റെ ഫ്രെഡി വിളിക്കോ? എന്നാ വിളിക്കടി. കേസ് ജയിച്ചെന്ന് കരുതി സമാധാനമായിട്ട് റെസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട. ഇനി എന്തെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടന്മാരെ. ഈശ്വര, എത്രയും പെട്ടെന്ന് വന്നാ. ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോകാൻ പറ്റുമോ? പേടിക്കണ്ട. പെണ്ണുങ്ങൾ ഉപദ്രവിച്ചാൽ ക്ലീറ്റസ് അവരെ തിരിച്ചു ഉപദ്രവിക്കാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. നമുക്ക് സ്നേഹിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയിൽ നെക്സ്റ്റ് ഹൈക്ക് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് കാറ്റഗറി നെഗറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു പീക്ക് പോലത്തെ ഒരു സാധനം ചെയ്തത് ഉടുമ്പ് റോക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ദാറ്റ് വാസ് ഇൻ ചേകവർ. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൂവി ഡിഡ്ന്റ് ഡു റിയലി വെരി വെൽ. പീപ്പിൾ സോ ഇറ്റ് ഫ്രം തമിഴ്. ലിംഗുസ്വാമിയുടെ പ്രൊഡക്ഷൻ ഹൗസ് കണ്ടു. ദേ കോൾ മീ ഫോർ ഹിസ് വേട്ടൈ. അപ്പോൾ അങ്ങനെയാണ് തമിഴിലേക്ക് വന്നത്. ദാറ്റ് വാസ് ഗുഡ് ഫോർ മീ. തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തമിഴ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് ഡേ വാസ് എ ബിഗ് എക്സ്പീരിയൻസ് ഫോർ മീ. തമിഴ് ഇൻഡസ്ട്രി ലിംഗസ്വാമിയുടെ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി ഇൻ തമിഴ്. സോ ഒബ്വിയസ്ലി യു ആർ എ ലിറ്റിൽ എക്സ്ട്രാ എനർജറ്റിക് ദാറ്റ് ഡേ. സോ യു വോണ്ട് ടു പ്രൂവ് ദാറ്റ് ഓക്കെ you are here to stay എന്നുപോലത്തെ ഒരു സാധനം നമ്മൾ you want to do that in the first day itself. അപ്പോൾ എൻ്റെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് എടുക്കുന്നത് പോണ്ടിച്ചേരിയിൽ എൻ്റെ ഗ്രൂപ്പിലത്തെ ആൾക്കാർ എന്നെ ഓടിച്ചിട്ട് വെട്ടാൻ വരുന്നതാണ്. ഒരു ഓട്ടമാണ്, ജസ്റ്റ് റണ്ണിങ്. എന്നിട്ട് അവസാനം ഞാൻ മാധവൻ്റെയും മാരിയുടെയും വണ്ടിയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി കയറുന്നതാണ് സീക്വൻസ്. സോ ദേ സ്റ്റാർട്ടഡ് 8 o'clock in the morning. I started running. I didn't stop. ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 12 മണിയായപ്പോഴേക്കും തല കറങ്ങി തുടങ്ങി. എനിക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ വരെയൊക്കെ വന്നിട്ട് എനിക്ക് ഞാൻ ഛർദ്ദിക്കോ എന്നൊക്കെ തോന്നി തുടങ്ങി. വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു തുടങ്ങി. ആർ യു റെഡി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് 5 minutes ഞാനൊന്നും ഇരുന്നോട്ടെ, എനിക്ക് ടയർഡ് എന്ന് പറഞ്ഞു. കാരണം നിവൃത്തിയില്ലാണ്ടേ, കാരണം ഇറ്റ് വാസ് റിയലി ബാഡ്. അപ്പോൾ വൈ നോട്ട് യു വർ റണ്ണിങ് സോ വി ജസ്റ്റ് റോൾഡ്. സോ ക്യാൻ യു സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. കാരവാനിൽ പോയിരുന്നു തോന്നുന്നു. കാരവാൻ ഒന്നാമതായി ഭയങ്കരമായിട്ട് വേർത്തിരിക്കുകയാണ്, അതിൻ്റെ അകത്തിരിക്കണില്ല. ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് പോണ്ടിച്ചേരിയിൽ സൈഡിൽ ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് ടു ലൈ ഡൗൺ. അപ്പോൾ സൈഡിൽ ഫുട്പാത്തിൽ വീഡിയോ വിരിച്ച് ഞാനവിടെ കിടന്നു, ഉറങ്ങിപ്പോയി. 3:30 എണീക്കുന്നത്. അതുവരെ എന്നെ ആരും വിളിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഏതൊക്കെ വേണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നുമില്ല, ഐ എം ഓക്കെ എന്ന് പറഞ്ഞു ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇനി വേണമെങ്കിൽ നമുക്ക് നാളെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഈ ഓട്ടം 3 ദിവസത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തൊരു സാധനമായിരുന്നു. യു ഹവ് ഡൺ ദാറ്റ് ഇൻ ഹാഫ് എ ഡേ. സോ ഐ എം ഓക്കെ, യു ക്യാൻ ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. കുഴപ്പമില്ല, വിൽ ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഡേ. തിരുപ്പതി ബ്രദേഴ്സ് produced their next movie with Prabhu Solomon as the director. Maina Prabhu Solomon. അപ്പോൾ അങ്ങനെ കുംകി ചെയ്തു. என்ன பார்த்தா தெரியல, கொஞ்சம் மரியாதையா பேசுங்க. போடி. மடியில் என்ன? கொய்யாப்பழம். எடியா கையா. ஊருக்கு புதுசா இப்படிதான் லைன்மேன் ஒருத்தன் எங்கள் ஊர் பிள்ளைய பார்த்து சௌக்கியமாக இருக்கேன்னு தான் கேட்டான். ஊருக்குள்ளே தெரிஞ்சிருச்சு. அதுக்கப்புறம் காணாமல் போயிட்டான்.
இன்னும் தேடிட்டு தான் இருக்காங்க. காணாம போணுமா? என்ன அல்லி சௌக்கியமா இருக்கிற போல இருக்கு? சௌக்கியமாரு. லைன்மேன் காணாம போயிட்டானாங்க. இவங்க கும்கியோட காணாம போயிருவாங்க போல இருக்கு சார். இவ அப்ப வேற மானஸ்தேன். അപ്പൊ തൊങ്കിരുവാ. കഥ തുടരുന്നു എന്ന് പറയുന്ന സിനിമയിലാണ് പ്രോബബ്ലി another one of the very landmark characters for you എന്ന് പറയുന്ന ഈ സിനിമയിൽ അല്ലേ? നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഈ സിനിമകൾ അഭിനയിച്ചിട്ടും ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ പൊതുവെ സ്ത്രീകൾ ഒക്കെ എന്നെ അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ദേ നോ ദാറ്റ് ഐ എം ആൻ ആക്ടർ. അറിഞ്ഞാലും സിനിമ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കുഴപ്പമാണോ എന്നുള്ളൊരു അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇൻസ്പൈറ്റ് ഓഫ് മീഡിയ ഗോയിങ് ഇത്രയും അടുപ്പിച്ചിട്ട് പോലും നമ്മൾ റിയൽ എന്താന്നുള്ളതൊന്നും ആർക്കും മേ ബി ദേ ഡോണ്ട് വാണ്ട് ടു നോ, especially because the kind of characters that I was playing was that kind of thing. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഇതിൻ്റെ എക്സ്ട്രീംസ് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് കയറുമ്പോൾ 2 സ്ത്രീകളുള്ള ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയിട്ട് ലിഫ്റ്റ് അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങി ഓടിപ്പോയ സ്ത്രീകളുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അച്ഛൻ വെറുതെ ലിഫ്റ്റിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടി അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ഫ്ലോർ വരെ കോണിപ്പടി വഴി കയറി വന്ന റിയലി ഐ മീൻ ദിസ് റിയലി ഹാപ്പൻഡ്. കഥ തുടർന്നു ചേഞ്ച് ദാറ്റ്. It was really good for me because പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഈ ലക്ഷ്മിപ്രിയ ചെയ്ത ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിട്ടാണ് എൻ്റെ. ലക്ഷ്മിപ്രിയയെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഷീ ഡസ് ഗുഡ് ടു മമത ആൻഡ് ജയറാമേട്ടൻ. അപ്പോൾ ബേസിക്കലി ഒരു ഗുഡ് പേഴ്സൻ്റെ അടുത്ത് ഗുഡ്നെസ് കാണിക്കുന്ന വേറൊരാൾക്ക് കിട്ടുന്ന ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയത് ആ സിനിമ. അതിലോടുകൂടിയാണ് ഞാൻ മര്യാദക്കാരനാണെന്ന് അവർക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഐ തിങ്ക് വെരി റീസെൻ്റ്ലി പുണ്യാളുണ്ടാകും. റിലീസിന് മുമ്പ് വരെ എന്നെ കാണുമ്പോൾ ഇപ്പോൾ പിള്ളേർ കുറച്ചൊക്കെ സിനിമയിലുണ്ടല്ലേ ചേട്ടാ എന്നുള്ള രീതിയിൽ മാത്രമൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പുണ്യാളം വന്നതിന് ശേഷം എന്നെ കാണുമ്പോഴേക്കും പിള്ളേർ വന്നിട്ട് ഹലോ തുത്തുരുത്ത് പറഞ്ഞ് വെറുതെ മേത്തൊക്കെ തട്ടി അടിച്ചിട്ടൊക്കെ പോകുന്ന നമ്മൾ ഭയങ്കര ജനകീയമായി ഭയങ്കര. സോ അപ്പൊ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇയാള് ഭയങ്കര തമാശക്കാരനാണെന്ന് നിങ്ങൾ തോന്നി പെട്ടെന്ന്. നൈസ് ഗൈ എന്നുള്ള സാധനമുള്ളൂ. നമ്മുടെ ഏജ് കാറ്റഗറിയിലൊക്കെ നിൽക്കാവുന്ന ഒരു പാവത്താനാണെന്ന് തോന്നിയിട്ടുണ്ട്. ആക്കിത്തരാം വായോ. ലാസ്റ്റ് 5000 യെസ് ഓർ നോ? എറണാകുളത്തേക്ക് ട്രിപ്പ്, പിന്നെ ഇരിഞ്ഞാലക്കുടി ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് മറ്റേ ദേവസ്വം ബോർഡിലേക്ക് ട്രിപ്പ്, എല്ലാം കൂടി 3 ദിവസം ട്രിപ്പ് ഇല്ലേ മുതലാളി? 3 ദിവസത്തെ ട്രിപ്പ് ഒന്നും ഇല്ലേ മുതലാളി? 3 ദിവസം കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ ദിവസമാക്കേണ്ട കാര്യം ഞാൻ പറയണേ. അതെങ്ങനെ മുതലാളി? ഒന്നുമില്ല, ഇവിടുന്ന് രാത്രി നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് അവിടുന്ന് പാക്കിംഗ് കേസുകൾ എടുക്കാം. അത് ഇവിടെ കൊണ്ട് തട്ടുക, ഒരു ചായ കുടിക്കുക, നേരെ പോവാ. രാവിലെ ആകുമ്പോഴേക്കും ദേവസ്വം ബോർഡിൽ നിന്ന് നമ്മുടെ പിണ്ടു എടുക്കാം. അത് ഇവിടെ കൊണ്ടുവന്ന് ആ ലോഡ് സ്റ്റോക്ക് ചെയ്യാം, ഒരു ചായ കുടിക്കുക. പിന്നെ നമ്മൾ നേരെ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകും, അവിടുന്ന് ലോഡ് എടുക്കാം, അത് ഇവിടെ കൊണ്ട് തട്ടുക. അത്രേ ഉള്ളൂ. ചായ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് കുടിച്ചോ. അതെ.